ഇന്നത്തെ ദിവസം സ്പോട്ട്ലൈറ്റിൽ മഞ്ജുവിന്റെ കൂടെ ഹോട്ട് സീറ്റിലിരിക്കുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ഹി ഈസ് ഡൗൺ ടു എർത്ത് പേഴ്സൺ, വെരി മച്ച് ഡൗൺ ടു എർത്ത് പേഴ്സൺ. ഇദ്ദേഹത്തിന്റെ മുമ്പിൽ നമ്മളൊക്കെ തലകുനിക്കും. പക്ഷേ ഇദ്ദേഹം ആരുടെങ്കിലും മുമ്പിൽ തലകുനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാ ഗൾഫ് നാട്ടിൽ എപ്പോഴോ ഈന്തപ്പന കൊലയുടെ മുമ്പിൽ തലകുനിച്ചതായി കേട്ടിരിക്കണു. സത്യം? അല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മള് കുനിക്കേണ്ടടുത്ത് കുനിച്ചല്ലേ പറ്റുള്ളൂ. അല്ലാതെ ഇതൊക്കെ ഓരോ രസാവഹമായിട്ടുള്ള ചില മുഹൂർത്തങ്ങൾ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് തന്നെ നമ്മളെക്കുറിച്ച് തന്നെ രസിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ സംഗതികൾ വരുമ്പോൾ ചെയ്തു പോകുന്ന ചില കാര്യങ്ങളാണ്. അതൊക്കെ കാണുന്നത് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഫേസ്ബുക്കിൽ അങ്ങനെയൊക്കെ എടുത്ത് ഇതുപോലുള്ള ചില, അതുപോലെ 2 ബ്രിട്ടീഷുകാരെ മുട്ടുകുത്തിച്ചു. അതെന്തായിരുന്നു സംഭവം? അത് ശരിക്കും പറഞ്ഞാൽ കോട്ടയത്ത് 900 എന്നും പറഞ്ഞിട്ടൊരു ഷാപ്പുണ്ട്. അവിടെ ഫുഡൊക്കെ വളരെ പ്രശസ്തമാണ്. കരിമീൻ പൊള്ളിച്ചതും അതുപോലെ നമ്മുടെ കപ്പ, മീൻ വിഭവങ്ങളാണ് അവിടെ കൂടുതലും. പിന്നെ ബാക്കിയെല്ലാം ഉണ്ട്, താറാവ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒന്ന് രുചി പിടിക്കാൻ വേണ്ടി ഒന്ന് പോയ സമയത്ത് അവിടെ 2 ഫോറിനേഴ്സ്, ബ്രിട്ടീഷുകാർ, ഒരു ലേഡിയും ഹസ്ബൻഡും കൂടെ വന്നു. അപ്പോൾ അവർക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഷാപ്പിലെ ആൾക്കാർ പറഞ്ഞു കൊടുത്തപ്പോൾ ഭയങ്കര കലാകാരനാണ്, ഭയങ്കര താരമാണ്, ഗിന്നസ് ബുക്കിൽ വരെ എൻ്റെ പേര് വന്നതാണ്. കാര്യമൊക്കെ കേട്ടപ്പോൾ പിന്നെ അവർക്ക് എൻ്റെ കൂടെ ഫോട്ടോ എടുക്കണമെന്നായി. അങ്ങനെ അവർ ലാസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വളരെ വിദഗ്ധമായിട്ട് ഫ്രെയിം എങ്ങനെ നോക്കിയിട്ടും പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു, പോന്നോട്ടെ, താഴോട്ട് പോന്നോട്ടെ. അങ്ങനെ അവര് 2 പേരും കൂടെ മുട്ടുകുത്തി. അത് ഒരു ഫോട്ടോ ആയിട്ട് ഞാൻ അതിന്റെ മുകളിൽ കുറിച്ചു. അങ്ങനെ ബ്രിട്ടീഷുകാരെ ഞാൻ മുട്ടുകുത്തിച്ചു. അടിപൊളി. 1947 മുട്ടുകുത്തിച്ചതിന് ശേഷം പിന്നീട് നമ്മളുടെ മുമ്പിലാണ് അവർ മുട്ടുകുത്തിയത്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗാന്ധിജിയൊക്കെ കഷ്ടപ്പെട്ടതിന്റെ ഒരു ഇടയ്ക്ക് ചെറിയ മധുര പ്രതികാരം നമ്മളാൽ പറ്റുന്ന രീതിയിൽ കൊടുക്കുക. അതാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അതെ അതെ അതെ, അല്ലാതെ ഫ്രെയിം എടുക്കാൻ വേണ്ടിയല്ല കേട്ടോ. ഗിന്നസ് പക്രു, ഞാനിപ്പോ പറഞ്ഞ ഡൗൺ ടു എർത്ത് എന്ന് പറയുന്ന സംഭവം, മണ്ണിനെ ഞങ്ങളെക്കാൾ അടുത്തറിയുന്ന ഒരാളാണ്. അത് തന്നെ ഒരു വലിയ പ്ലസ് പോയിന്റ് ആണ്. ഈ ഡൗൺ ടു എർത്ത് ആയതുകൊണ്ടുള്ള 3 ഗുണങ്ങൾ 3 ദോഷങ്ങൾ. 3 ഗുണം മറ്റുള്ളവരാരും കാണാത്ത നമുക്ക് കാണാം. എന്തത്? അത് പലപ്പോഴും നമ്മൾ പലയിടത്തും ചെന്ന് നിന്നിട്ട് കഴിയുമ്പോൾ നമ്മളെ ആരും കാണില്ല. പക്ഷെ അവരെ നമ്മൾ കാണുന്നതുകൊണ്ട് അവരുടെ പല കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കുറെ സീക്രട്സ് ഒക്കെ പുറത്തായിട്ടുണ്ടാവും. ഉണ്ട്. അങ്ങനെ പല ആളുകളുടെയും ചേഷ്ടകളും പലരും പലരെയും നോക്കുന്നതൊക്കെ ആരും കാണാതെ ഞാൻ താഴെ നോക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുമ്പോൾ അവരോട് പറയും, എല്ലാം കണ്ടുകൊണ്ട് ഒരുത്തൻ താഴെ നിൽപ്പുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഞാൻ ചിലർ ഫോണൊക്കെ ചെയ്തിരിക്കും, ചിലരോടൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മളതിലെ പാസ് ചെയ്ത് പോകുന്ന ആരും കാണില്ല. അപ്പോൾ അവര് വളരെ കാര്യമായിട്ടൊക്കെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. എല്ലാം കഴിയുമ്പോൾ അത് കൊള്ളാൻ ആ ഡയലോഗ് നന്നായിട്ടുണ്ടെന്ന് ഞാൻ പറയും. ഞാൻ താഴെ നിൽപ്പുണ്ടായിരുന്നു ഡെസ്കിന്റെ. അങ്ങനെ. പിന്നെ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദോഷം ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞത് തന്നെയാണ്, മണ്ണ്. കാരണം ഒരാള് എൻ്റെ മുന്നേ നടന്നു പോയാൽ അയാളുടെ ഫുഡിലെ പൊടി ടക്കെന്ന് എൻ്റെ ശ്വാസനാളത്തിലേക്ക് വരും. അതൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിട്ടുള്ളത് ബസ്സിൻ്റെ ഫുഡ് ബോർഡും വാഷ് ബേസിനും. ഇത് രണ്ടും ഭയങ്കര പ്രശ്നമായിരുന്നു. രണ്ടിടത്തും ആരുടെയും ഹെൽപ്പില്ലാതെ നമുക്ക് പറ്റാത്തൊരവസ്ഥയാണ്. അജയൻ അജയൻ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഈ അജയൻ അജയൻ എന്ന ആളുകൾ ഇപ്പോൾ വിളിക്കാറുണ്ടോ? ഇല്ല, വളരെ കുറവാണ്. പക്രു എന്നാണ് വിളിക്കാറ് കൂടുതൽ. വീട്ടിലുള്ളവരൊക്കെ വൈഫ് വിളിക്കുന്ന അയച്ചേട്ടാന്നാ. അയച്ചേട്ടൻ. മോള് അച്ഛാന്നാ വിളിക്കുന്നത്. അമ്മയും അച്ഛനും ഒക്കെ അജി എന്നാണ് വിളിക്കുന്നത്. പിന്നെ കോളേജിൽ എൻ്റെ കൂട്ടുകാരെല്ലാം എന്നെ, പ്രത്യേകിച്ച് എൻ്റെ ജൂനിയേഴ്സൊക്കെ കൊച്ചേട്ടാന്ന് വിളിച്ചോട്ട്. കൊച്ചേട്ടൻ. പിന്നെ അജിത്ത്, അജയ് കുമാർ, അജയൻ, ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള ഈ ഗണത്തിൽപ്പെടുന്ന ഒരുപാട് പേരുകളുണ്ട്. പക്ഷെ ഞാൻ ഞെട്ടിപ്പോയത് ഒരു പ്രോഗ്രാമിന് തൃശ്ശൂർ ഒരു വലിയ ഫംഗ്ഷന് ചെന്നപ്പോൾ എനിക്ക് മുന്നേ വന്ന പല പ്രാസംഗികരും എന്നെ അഭിസംബോധന ചെയ്തു. ഞാനൊരു CD പ്രകാശനത്തിനാണ് ചെന്നത്. അപ്പോൾ അവിടുത്തെ ഒരു മേയറാണ്, ആരാണെന്ന് ഞാൻ പറയില്ല, സ്വകാര്യമാണ്. പുള്ളിക്കാരൻ എന്നെ സംബോധന ചെയ്തു. നമ്മുടെ ഇനാഗ്രേഷന് വന്ന, CD പ്രകാശനത്തിന് വന്ന പക്കടയ്ക്ക്. അത് ഇച്ചിരി കടന്ന കൈയായി പോയി. കാരണം ഒരിക്കലും സാധാരണ പ്രക്കു അങ്ങനെയൊക്കെ അറിയാതെ, പക്ഷേ ഭീകരായി പോയി. ലോറി ഓടിക്കുന്നവന് എല്ലാ വാഹനങ്ങളും ഓടിക്കാൻ പറ്റുമെന്നാ പറയാ. അതുപോലെ തന്നെയാണ് ഒരു അഭിനേതാവിന്റെ കാര്യവും. ഒരു കോമഡി ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന ആൾക്ക് ഏതാണ്ട് എല്ലാ റോളുകളും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾസ് നമുക്ക് മുന്നിൽ തന്നെ ഒരുപാട് പേരുണ്ട്. സുരാജ് വെഞ്ഞാറമൂട്, ജഗദീഷ് ശ്രീകുമാർ, ഹരിശ്രീ അശോകൻ, ഇന്ദ്രൻസ് തുടങ്ങി ഒരുപാട് പേര്. സീരിയസ് ആയിട്ട് അവരഭിനയിക്കുമ്പോൾ നമ്മൾക്കും കണ്ണിൽ വെള്ളം വന്നു പോകും എന്ന് പറയുന്ന പോലെ ഒരു ക്യാരക്ടറൊക്കെയാണ് ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ ഇരിക്കുന്ന പക്രു, ഇപ്പോൾ തിയേറ്ററിൽ കളിക്കുന്ന
സിനിമയിൽ ഇളയരാജയിൽ നമുക്ക് നമ്മളുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കും ദൈവമേ ഈ വ്യക്തി തന്നെയാണോ ഞങ്ങളെ ചിരിപ്പിച്ച്, ഈ വ്യക്തിക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ തോന്നിപ്പോവും. സോ അതിനോട് എഗ്രി ചെയ്യുന്നുണ്ട്. ഒരു കോമഡി ചെയ്യുന്ന ഒരാൾക്ക് ഏത് റോളും കൈകാര്യം ചെയ്യാൻ പറ്റും. കോമഡി കൈകാര്യം ചെയ്യുന്ന പലരും ജീവിതത്തിൽ സീരിയസാണ്. നമ്മുടെ പ്രേക്ഷകരെല്ലാവരും സിനിമയിലാണ് ഈ തമാശകൾ കണ്ട് ചിരിക്കുകയും. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഇതുപോലെ തന്നെ തീക്കകത്തൂടെ നടന്നു വന്ന കുറേ കലാകാരന്മാരുണ്ട്. അതിൽ ഏറ്റവും ചെറിയ ആൾ ഞാനെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് പ്രയാസത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സലിമേട്ടനാണെങ്കിലും അതുപോലെ സുരാജാണെങ്കിലും എല്ലാവരും അവരുടെ പഴയ കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തും ഒരുപാട് ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടൊക്കെ തന്നെ വന്നിരിക്കും. അതുകൊണ്ട് അവരൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ചില സമയത്ത് നമുക്ക് ചില കഥാപാത്രങ്ങൾ സീരിയസ് ആയിട്ട് ചെയ്യാൻ കിട്ടുമ്പോൾ അതിൽ പിടിച്ചൊരു കയറ്റമാണ്. ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. ആരായിട്ടാണ് തുടങ്ങിയത്? നമ്മൾ മിമിക്രിയിലാണോ ഫസ്റ്റ് വന്നത്, അതോ നമ്മൾ കഥാപ്രസംഗമായിരുന്നു നമ്മളുടെ ഫസ്റ്റ് ഐറ്റം? കഥാപ്രസംഗമായിരുന്നു. ഇതിനൊക്കെ മുമ്പാണ് നമ്മൾ അഭിനയിച്ചും തുടങ്ങിയത്. അതെ, 4ാം ക്ലാസ്സിലായിരുന്നു ആദ്യത്തെ അഭിനയം. ലൂസ് അരപ്പരി ലൂസ് എന്ന് പറഞ്ഞ സിനിമയാണ്. ആ സിനിമയിൽ വെട്ടൂർ പുഷ്പൻ ചേട്ടൻ്റെ ശിഷ്യനായിട്ടാണ് 2 ചെറിയ ആൾക്കാർ. അപ്പോൾ ഫൈറ്റാണ്, ഞങ്ങൾ തമ്മിൽ ഇടിയൊക്കെ ഉണ്ട്. ഒരാഴ്ച പൊരിഞ്ഞിടിയും ഭയങ്കര അഭിനയമായിരുന്നു. ഗംഭീര മേക്ക് ഓവറൊക്കെ ആയിരുന്നു. മുടിയൊക്കെ മുട്ടയടിച്ച് മീശയൊക്കെ ഒട്ടിച്ച് കണ്ണാടി ഞാൻ നോക്കിയിട്ട് ഞാൻ തന്നെ പേടിച്ചു പോയി എന്നെ കണ്ടിട്ട്. അതുപോലത്തെ ഭീകര രൂപമായിരുന്നു. ഭയങ്കര ഒരു ഗുണ്ട. പഠിക്കുമ്പോഴോ പക്ഷെ സിനിമ വന്നപ്പോൾ എൻ്റെ പോർഷൻ മുഴുവൻ എഡിറ്റ് ചെയ്ത് പോയി. ഞാൻ ആദ്യം പോയിരുന്ന് ഫുള്ള് സിനിമ കാണാൻ വളരെ ആവേശത്തോടെ ഇരുന്നിട്ട് എൻ്റെ റോള് മാത്രമില്ല. അങ്ങനെ അന്നാണ് എനിക്ക് മനസ്സിലായത് സിനിമയെ മാത്രമല്ല വില്ലൻ ബാക്കിലും ഉണ്ട്, എഡിറ്റർ എന്ന് പറഞ്ഞൊരു വില്ലൻ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് അമ്പിളി അമ്മാവൻ നമ്മളുടെ ആദ്യത്തെ പടമായിട്ട് വന്നത്. അതെ അല്ലേ? അത് കഴിഞ്ഞാണ് അമ്പിളി അമ്മാവൻ ചെയ്യുന്നത്. അമ്പിളി അമ്മാവനിലെ ക്യാരക്ടറാണ് പക്രു. അതിനു മുമ്പ് നമ്മളെ വെട്ടിപ്പോയ ഒരു കഥ കിടപ്പുണ്ട്, എഡിറ്റ് ചെയ്ത് കളഞ്ഞത്. ആ ഒരു കഥയാണ് ആൾക്കാർക്ക് അറിയാത്തത് അല്ലേ? ഓക്കെ. ശരിക്കും അതിനകത്ത് അത്രയും സീനുകൾ ഉണ്ടായിട്ട് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞോ? മുഴുവൻ ഒരാഴ്ച അഭിനയിച്ച കംപ്ലീറ്റ് സീനും വെട്ടിക്കളഞ്ഞു. ഞാനൊന്നും കഥാപാത്രം ഇല്ല പടത്തിൽ. പക്ഷെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഞാനൊരു സിനിമാ താരമായി എന്നുള്ള ആ ഒരു ഇതിൽ നമ്മൾ തിയേറ്ററിൽ വന്നിരുന്ന് കാണുകയാണ്. അതെ അല്ലേ? ആ ഒരു സമയത്ത് പക്ഷെ നമുക്ക് അങ്ങനെയൊക്കെ സിനിമേനെ വിലയിരുത്താറായിട്ടുണ്ടോ? ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛനും ഞാനിവിടെ പോയത്, എന്താ അച്ഛൻ ഞാനില്ലാഞ്ഞതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു അതാ അറിയില്ല, അത് ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് പോയതായിരിക്കും. പിന്നെ ഞാൻ അതേക്കുറിച്ച് കൂടുതലൊന്നും ചോദിച്ചില്ല. എന്നോട് ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞു എഡിറ്റ് ചെയ്ത് പോയതാണ്. അതൊന്നും ഒരു ക്രെഡിറ്റ് പോലെ അന്നേരം നമ്മൾ പറയുന്നത്, നമുക്കറിയില്ലല്ലോ. അതെ. 2008 ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലല്ലേ നമ്മളുടെ പേര് വന്നത്? യെസ്, 2008 167 പേജിലാണ് നമ്മൾ പ്രതിപാദിച്ചിരിക്കുന്നത്. അത് ഏറ്റവും പൊക്കം കുറഞ്ഞ ഹീറോ എന്നുള്ള പേരിൽ. പിന്നെ 2013 വീണ്ടും ഇടം നേടി ഗിന്നസ് ബുക്കിൽ. ഡയറക്ഷന് ശരിക്കും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ? ഇത് അപ്ലൈ ചെയ്തല്ലേ എന്നെ കുറിച്ചിട്ടൊരു ഡോക്യുമെൻ്ററി ചെയ്യാനായിട്ട് IBN ചാനൽ UK എന്നൊരു ഇംഗ്ലീഷുകാരൻ വന്നതാണ്. പുള്ളി വന്ന് പുള്ളിക്ക് ഞാൻ ഇതിൻ്റെ CD കൊടുത്തു, DVD. അപ്പം എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പുള്ളിയാണത് അപ്ലൈ ചെയ്തതും. ഞാൻ പോലും വിചാരിക്കാതെ ഗിന്നസ് റെക്കോർഡ് ഞാൻ കയറുമായിരുന്നു. അല്ല, ഞാൻ അപ്ലൈ ചെയ്തല്ല കിട്ടിയത്. അപ്പം നമ്മുടെ മനോഭാവം എന്ന് പറഞ്ഞ റെക്കോർഡുകളൊക്കെ പുറകെ വരട്ടെ, നമ്മളൊന്നിനും വേണ്ടി അങ്ങനെ പോകേണ്ട കാര്യമില്ല. അവാർഡുകളായാലും എന്തൊക്കെയാണെങ്കിലും അതൊക്കെ വരുന്നത് വരട്ടെ, അതൊരു സന്തോഷം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ക്രെഡിറ്റാണ്. അതിനുശേഷം ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, കാശൊക്കെ വരുന്നുണ്ടല്ലേ അവിടെ നിന്ന് ഗിന്നസ് റെക്കോർഡിൽ നിന്ന്? ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് ഇത്ര എമൗണ്ട്, ഇത്ര $, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതൊക്കെയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ് അങ്ങനെ ഒന്നുമില്ല, അതൊക്കെ വെറും തെറ്റായ ധാരണയാണ്. ഞാനിപ്പോൾ ഈ വീട് വെച്ചതും വണ്ടി എടുത്തതൊക്കെ ഞാൻ തന്നെ കഷ്ടപ്പെട്ട് ഞാൻ സമ്പാദിച്ചതാണ്. അല്ലാതെ ഈ ഗിന്നസ് റെക്കോർഡ് കിട്ടുക എന്ന് പറഞ്ഞൊരു ക്രെഡിറ്റ് മാത്രമാണ് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഉണ്ടായത്. എനിക്കിത് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഒക്കെ ഞാൻ ഫോളോ ചെയ്യുന്ന ആളായിരുന്നു. അല്ല, ഒരിക്കലും ഇല്ല. ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ ഈ ബുക്കൊക്കെ വെച്ച് ഞാൻ കോമഡി പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അതെങ്ങനെ? കാരണം ഞാൻ പഴയ കാലത്തെ സ്കിറ്റുകളിലൊക്കെ ഞാൻ ചില തമാശകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഗിന്നസ് ബുക്കിൽ കയറാൻ വേണ്ടി റിസ്ക് എടുത്ത് നടക്കുന്ന ഒരു കലാകാരൻ. അപ്പം ഞാൻ എൻ്റെ എതിരെ നിൽക്കുന്ന ആൾ എന്നോട് ചോദിക്കും, എന്തൊക്കെ റിസ്ക്കാണ് നിങ്ങൾ എടുത്തേക്കുന്നത്? അപ്പം ഞാൻ പറയും, ഞാൻ 2 ഭീകര ജീവികളുമായിട്ട് കണ്ണാടിക്കൂട്ടിൽ 24 മണിക്കൂർ കിടന്നു. ഏതൊക്കെ ഭീകര ജീവികളാണ്? അപ്പോൾ ഞാൻ തിരിച്ച് പാറ്റ, പുൽച്ചാടി, ചിത്രശലഭം, പിന്നെ പല്ലി എന്നൊക്കെ പറയും. പല്ലിയോ? ഇതൊക്കെ ഭീകരജീവിയോ? പല്ലിയൊക്കെ എൻ്റെ മുമ്പിൽ വരുമ്പോൾ ദിനോസറാ എന്നൊക്കെ പറയുന്ന പോലത്തെ തമാശകൾ അന്നത്തെ കാലത്ത് പഴയ ആ ഒരു സമയത്തൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട്, എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഗിന്നസിൽ കയറിയതെന്ന് അദ്ദേഹം. അപ്പോൾ ഞാൻ ഓടി ചെന്നിട്ടൊരു വലിയ ബുക്ക് എടുത്തുകൊണ്ട് വരും. അതിൻ്റെ ടൈറ്റിൽ എൻ്റെ ഗിന്നസ് എന്നാണ്. അതുകൊണ്ടൊന്ന് മറിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ കയറി നിൽക്കും. ഇങ്ങനെയാണ് ഞാൻ ഗിന്നസിൽ കയറി. ഇങ്ങനെയുള്ള
തമാശകൾ ഉണ്ടാക്കിയ ഞാൻ ഒറിജിനലായിട്ട് കയറുമ്പോൾ നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. നമുക്കങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ ഈ ഇടയ്ക്ക് രമേഷ് പിഷാരടി ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ടു. ചിതലിനറിയില്ലല്ലോ മുതലിൻ്റെ വില എന്നും പറഞ്ഞിട്ട് ഉള്ള കണ്ട സർട്ടിഫിക്കറ്റുകളും ഉള്ള കണ്ട ഡോക്യുമെന്റ്സ് എല്ലാം ചിതലരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട്. അമ്മയ്ക്ക് അങ്ങനത്തെ അമ്മ ഇങ്ങനെ എല്ലാ സർട്ടിഫിക്കറ്റുകളും സൂക്ഷിച്ച് വെച്ച് മകന് ഒരു ഗവൺമെന്റ് ജോബ് കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നില്ലേ? അതെ, എനിക്ക് എടുത്താൽ പൊങ്ങാത്തത്ര സർട്ടിഫിക്കറ്റുകൾ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതൊക്കെ വെച്ചിട്ടൊന്നും ജോലി കിട്ടാൻ പോകുന്നില്ല. നമ്മൾ എഫിഷ്യൻ്റായിട്ടും നല്ലതായിട്ട് പഠിച്ച് നല്ല രീതിയിൽ മിടുക്കനായി നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഒരു തെറ്റിദ്ധാരണയായിരുന്നു ആ ഒരു കാലത്ത്. പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ആ സർട്ടിഫിക്കറ്റുകൾ നേടാൻ വേണ്ടി നമ്മൾ പോയൊരു വഴിയുണ്ട്. ആ വഴിയാണ് നമുക്ക് ഈ ആത്മവിശ്വാസം തരുന്നത്. കാരണം ആദ്യം കഥാപ്രസംഗമായിരുന്നു. കഥ പറയുന്നത് ഭയങ്കര സീരിയസ് കഥയൊക്കെയാണ്. കുരുക്ഷേത്ര ഭൂമിയിൽ മക്കളെല്ലാം മരിച്ചു കിടക്കുമ്പോൾ ഗാന്ധാരി കണ്ണിൻ്റെ കെട്ടായിരിക്കുന്നിട തൊട്ടാ കഥ. അപ്പോൾ അതൊക്കെ കണ്ട് പാവം പിടിച്ച അമ്മച്ചിമാരെയൊക്കെ അമ്പലപ്പറമ്പിലൊക്കെ മുന്നിരുത്തി അവർ കരയുക. അത് കഴിഞ്ഞ് ഞാൻ കോമഡിയായിട്ട് മിമിക്രി എന്ന് പറഞ്ഞങ്ങോട്ട് ഇറങ്ങുമ്പോൾ അമ്പലപ്പറമ്പ് നിറഞ്ഞ ആൾക്കാർ, ഓഡിയൻസ്. അപ്പോൾ ഇതൊക്കെ നമുക്കോരോ ചിന്തയാണ്. പിന്നെ എൻ്റെ പ്രോഗ്രാം ബുക്ക് ചെയ്ത ഒരാൾ എന്നെ ഉപദേശിച്ചായിരുന്നു. എൻ്റെ പരിപാടി കഥാപ്രസംഗം ഒരാൾ വന്ന് ബുക്ക് ചെയ്തു. ഞാൻ കഥ പറഞ്ഞു. അതിനകത്ത് 3 കൊലപാതകങ്ങൾ, പിന്നെ അതുപോലെ തന്നെ വെടിവെപ്പ്, അതുപോലെയൊക്കെയുള്ള ഭയങ്കര ഭീകര കഥയായിരുന്നു. കഥ പറഞ്ഞെല്ലാം കഴിഞ്ഞ് പുള്ളി കാശിക്കത്തുന്ന സ്റ്റേജിൻ്റെ ബാക്കി വെച്ച് പറഞ്ഞു, സംഭവം ഗംഭീരമായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, പ്രസൻറ്റേഷനൊക്കെ ഉഗ്രനാണ്, പക്ഷെ നിങ്ങൾക്ക് പറ്റുന്ന തമാശ കേട്ടോ, കോമഡി കഥാപ്രസംഗമാണ് ഇതിൽ കൂടുതൽ ഇരിക്കും എന്ന് പറഞ്ഞു. അത് മറ്റാരുമല്ല, സലിം കുമാറായിരുന്നു. ഈ ബോർഡ് ഗെയിംസിൽ ചെസ് മാത്രമാണോ നമ്മളിപ്പോൾ പഠിച്ചത്? അത് നമുക്ക് അല്ല, എനിക്ക് പറ്റാത്ത കളികളെ ഞാൻ കളിച്ചിട്ടുള്ളൂ. ചെസ്സും ചീട്ടുകളിയൊക്കെ എനിക്ക് പറ്റുന്നു, അതൊന്നും എനിക്കിഷ്ടമല്ല, അങ്ങനെ അധികം കളിക്കാറില്ല. ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോവുക, എന്നിട്ട് ഫുട്ബോളുമായിട്ട് ഗോൾ പോസ്റ്റിനകത്തേക്ക് പോവുക അടി കിട്ടിയിട്ട്. പിന്നെ ക്രിക്കറ്റ്, സ്റ്റമ്പ് തെറിച്ച് എനിക്കിട്ട് വന്നുകൊണ്ട് ഞാൻ മറിഞ്ഞു പോവുക, അടിക്കുമ്പോൾ ബാറ്റ് തെറിച്ച് മറ്റേ കുട്ടിയുടെ തല പൊട്ടുക, ബോൾ അസ്ഥാനത്ത് കൊണ്ട് കുനിഞ്ഞ് വിഷമിച്ചിരിക്കുക. ഇങ്ങനെയുള്ള പ്രയാസമുള്ള കാര്യങ്ങൾ മാത്രം തെരഞ്ഞു പിടിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ബാഡ്മിൻ്റൺ എന്ന് പറഞ്ഞാൽ മറ്റേ നെറ്റ് കെട്ടിയാൽ പിന്നെ നമ്മുടെ കഥ കഴിഞ്ഞല്ലോ. ഷർട്ട് ഇല്ലാതെ ചില സിനിമകളിലൊക്കെ പക്രൂനെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് സൽമാൻ ഖാൻ കഴിഞ്ഞാൽ പിന്നെ പക്രൂനെ ഭയങ്കര ഇഷ്ടമാണ്. ജിമ്മിലെ പോകുന്നുണ്ട്. അല്ല, മസിൽസ് ആദ്യം തുടങ്ങിയത് അത്ഭുത ദ്വീപ്. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വിനയൻ സാർ എന്നോട് ആദ്യമായിട്ട് പറയുന്നത് കുറച്ച് ജിമ്മൊക്കെ അടിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ചിരിയായിരുന്നു. കാരണം എടാ നിനക്കതല്ല. അപ്പം ഞാൻ വിചാരിച്ചു അദ്ദേഹം തമാശയ്ക്ക് പറഞ്ഞായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, ബോഡിയൊക്കെ കുറച്ച് കിട്ടിയാൽ നല്ല. കാരണം നമ്മൾ ഓപ്പണിങ് നിൻ്റെ മസിലിൽ നിന്ന് തുടങ്ങിയ രസമായിരിക്കും, കോമഡി ആയിരിക്കും. എന്നാൽ ഹൈറ്റ് കുറഞ്ഞ ആൾ അവിടുത്തെ രാജാവാണല്ലോ, ഗജരാജ കില്ലാടി, ഗജേന്ദ്രൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഇത് കൊടുത്തിട്ട് വരുമ്പോൾ അങ്ങനത്തെ ഒരു സാധനം. അങ്ങനെ സാറിൻ്റെ നിർബന്ധത്തിന് അത് ഞാൻ അപ്പം എനിക്ക് ഭയങ്കര കൗതുകമായി, എന്നാൽ ഒന്ന് ചെയ്യണമല്ലോ. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് എൻ്റേതായ ചില ജിം ഉണ്ടാക്കി, എല്ലാ സംഭവത്തിൻ്റെ മിനിയേച്ചറുകൾ ഉണ്ടാക്കി, എന്നിട്ട് കുറേശ്ശെ അടിക്കാൻ തുടങ്ങി. ഈ പുഷപ്സ്, അതുപോലെ നമുക്ക് പറ്റുന്ന ചെറിയ ചെറിയ സംഭവങ്ങൾ. ഈ മിനിയേച്ചർ എങ്ങനെ ഉണ്ടാക്കുന്നത്? ടംബിൾസ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ ഈ ഇരുമ്പിൻ്റെ തന്നെ പറഞ്ഞ് ചെയ്യും. വെയിറ്റ് കുറഞ്ഞത്. എത്ര വെയിറ്റ്? നമുക്ക് എത്ര വെയിറ്റ് വരെ പോക്കാൻ പറ്റും? 1 കിലോ ഒക്കെ പോക്കാം ഒരു കയ്യിൽ. അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കാം പറ്റാവുന്നത്. ഇതെന്തായാലും ഭയങ്കര വെയിറ്റ് എടുത്ത് പോക്കണം എന്നൊന്നുമില്ല. നമ്മുടെ ആരോഗ്യത്തിന് നമുക്ക് പറ്റുന്ന രീതി വരുമ്പോൾ നമ്മുടെ ശരീരം അതിനനുസരിച്ച് ഇത് ചെയ്യും. ഇപ്പോൾ കാലില്ലാത്ത ആൾ, കൈയില്ലാത്ത ആൾക്കാരൊക്കെ ഭയങ്കര ബോഡി ഷേപ്പിൽ കട്ടയ്ക്ക് നിൽക്കുന്ന നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടില്ലേ? അത് അവരുടെ പ്രയത്നം, അവരുടെ ഒരു മനസ്സാണ് അതിന് വേണ്ടി. എന്ന് പറഞ്ഞ പോലെ ഞാൻ ചെയ്തപ്പോൾ എൻ്റെ ശരീരത്തിന് പറ്റുന്ന രീതിയിലുള്ള അവിടെ ഇവിടെയൊക്കെ ചില കട്ടിങ്സും സംഭവങ്ങളൊക്കെ വന്നു. അപ്പോൾ അത് വെച്ചിട്ട് അത് തമാശക്ക് ഇപ്പോൾ ഈ പട്ടണത്തിൽ ഭൂതം എന്ന് പറഞ്ഞ സിനിമയെ ഞാൻ കുതിരയെ തിരുമുന്നുണ്ട്, നമ്മുടെ ജയനെ പോലെ. അതെ അതെ. അപ്പോൾ അങ്ങനെയുള്ള തമാശ രംഗങ്ങൾക്കൊക്കെ അത് ഉപയോഗപ്പെട്ടു. ഇളയരാജ എന്ന് പറയുന്ന മൂവി ഫോർ മീ എന്താണ്? ജീവിതമാണ്. ഒറ്റ വാക്കി പറഞ്ഞതാണ്, ജീവിതമാണ്. നമ്മളിപ്പോൾ പലപ്പോഴും ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് ശരി എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒരു ജീവിതമായിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും ഇത്രയും കഠിനമായിട്ടൊന്നും അനുഭവിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു വന്നവരായിരിക്കില്ല. പക്ഷേ നമുക്കൊക്കെ നമ്മുടെയൊക്കെ ലൈഫിൽ എവിടെയൊക്കെയോ ടച്ച് ചെയ്ത് പോയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ഒരു കുടുംബത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്റ്റോറിയാണ് ഇളയരാജയുടെ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നടന്മാരിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആദ്യം പറയുന്നത് അമ്പിളിച്ചേട്ടൻ്റെ പേര് പറയും.
കാരണം എനിക്ക് ആദ്യത്തെ സിനിമയിൽ എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചു. ഞാൻ ആദ്യമായിട്ട് നായകനായപ്പോൾ എൻ്റെ അമ്മാവനായിട്ട് അഭിനയിച്ചു. പിന്നീട് എനിക്ക് സംവിധാനത്തിലേക്ക് പോയപ്പം എനിക്ക് ആദ്യമായിട്ട് ഓപ്പൺ ഡേറ്റാണ് തന്നത്, ഒരു മുഴുനീള കഥാപാത്രം. പക്ഷേ അദ്ദേഹത്തിന് ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയില്ല. അത് വിധിയുടെ ഒരു പ്രയാസം. അപ്പോൾ ഇപ്പോഴും ഒരു മനസ്സുകൊണ്ടൊരു വിഷമമായിട്ട് ഞാനത് കാണുന്നൊരു അമ്പിളിച്ചേട്ടൻ. കുട്ടിയും കോലും എനിക്ക് ആദ്യം സംവിധാനം ചെയ്തോന്ന് ഏറ്റവും വലിയ കറേജ് തന്ന ആൾ അമ്പിളിച്ചേട്ടൻ. ചെയ്തോ, ധൈര്യമായിട്ട് ചെയ്യാം, നിനക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു വലിയൊരു സപ്പോർട്ട് തന്നെയാണ്. ഷാരൂഖ് ഖാൻ വന്നപ്പോൾ റിമി ടോമിയെ എടുത്തുയർത്തിയത് വലിയ വാർത്തയായിരുന്നു. അങ്ങനെ ഒരു ഫേമസ് സെലിബ്രിറ്റി വരുമ്പോൾ എന്നെ എടുത്തുയർത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാരാണ്? ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തിനാണ് എന്നെ എടുത്തുയർത്തി അവർ പ്രശസ്തരാക്കുന്നത് നമ്മൾ? ഗുഡ് ആൻസർ. SSLCക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ വിഷയം? മലയാളം. 84. മലയാളത്തിൽ 184. മലയാളത്തിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ പണി എന്നാ പറയുന്നത്. മലയാളം എനിക്ക് ഭയങ്കര പാഷനായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് എനിക്ക് സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച വിദ്യാർത്ഥി ഞാനായിരുന്നു. ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടില്ല, ഇനി പറയാൻ നമുക്കൊരു അവസരം കിട്ടിയപ്പോൾ ഈ ബുക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്. അന്ന് ആ സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാവരും കൂടി എനിക്കൊരു സമ്മാനം തന്നു. അതായത് SSLCക്ക് ആ സ്കൂളിൽ തന്നെ ഹൈ സ്കോറർ ഞാനായിരുന്നു. ആ സമ്മാനം ശബ്ദധാരാവലി പുസ്തകമില്ലേ, ശ്രീകണ്ഠേശ്വരത്തിൻ്റെ കണ്ട മലയാളം മുഴുവൻ പഠിച്ചോളെ ആ പുസ്തകമായിരുന്നു. ആ പുസ്തകത്തിൽ നിന്നാണ് നമ്മുടെ കുടുംബത്തിലെ കുട്ടികളുടെയൊക്കെ പേരുണ്ടാക്കിയത്. ദീപ്തകീർത്തി എന്നുള്ള പേര് ഞാൻ ആ ബുക്കിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. പണ്ട് സുരാജ് വെഞ്ഞാറമ്മോട് ഇവിടെ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. പുള്ളി ആദ്യമായിട്ട് വിദേശ രാജ്യങ്ങളിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോയപ്പോഴത്തേക്കും എയർപോർട്ടിൽ ചെന്നിട്ട് അമ്മേനെ വിളിച്ചു, അമ്മ ഞാനിങ്ങനെ ദുബായിക്ക് പോവുകയാണ്, ഇപ്പം വരണം വീട്ടിലേക്ക് എന്നായിരുന്നു അമ്മയുടെ ഒരു റെസ്പോൺസ്. എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ഫസ്റ്റ് വിദേശയാത്ര എവിടെയായിരുന്നു? ഫസ്റ്റ് ദുബായ്. എല്ലാവരുടെയും കഥ തുടങ്ങുന്ന അവിടെ നിന്നായിരിക്കും. നസീർ ഖാൻ വെള്ളാരപ്പള്ളി എന്ന് പറഞ്ഞ സ്പോൺസറാണ് കൊണ്ടുപോയത്. അപ്പോൾ ഫ്ലൈറ്റ് കയറി ഇരുന്നപ്പോൾ തൊട്ടേ വീട്ടിലുള്ളവർക്ക് ടെൻഷനായി. കാരണം അമ്മയ്ക്കൊക്കെ അറിയത്തില്ല ഞാനിങ്ങനെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യും. അവർക്കൊക്കെ ഇതേക്കുറിച്ചൊക്കെ ഒരു ധാരണ മാത്രമേ ഉള്ളൂ. പിന്നെ എയർപോർട്ടിൽ കൊണ്ടുവന്ന് വിട്ടതിന് ശേഷം വീട്ടിൽ ഭയങ്കര നിലവിളിയൊക്കെയായിരുന്നു. കാരണം ചെറിയ പൊട്ടുപോലെ ആകാശത്ത് മറഞ്ഞു പോയെന്നല്ലേ അവർ കാണുന്നത്. അതിനുശേഷം ഞാനും ഭയങ്കര ഹോം സിക്നെസ് ഒക്കെ ഉള്ള ആളായിരുന്നു. അങ്ങനെ ദുബായിൽ ചെന്നിറങ്ങി കഴിഞ്ഞപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. കാരണം എന്നെ കണ്ടതോടുകൂടി ഈ അറബികൾ ഭയങ്കര ആവേശമായി. ഇവരുടെ ഈ പെർഫോമൻസും ഡയലോഗും എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷയമാണ്. നമ്മുടെ മലയാളം പറയുന്ന പോലെ അല്ലല്ലോ അവരുടെ അറബി പറയണം. നമ്മളോട് വഴക്ക് പറയുന്ന പോലെ നമുക്ക് തോന്നുള്ളൂ. എന്ന് പറഞ്ഞ് പിന്നെ വിളിയുണ്ട്. അതായത് അടുത്ത് നിൽക്കുന്ന കൗണ്ടറിലുള്ള ആളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു തീർന്നു, ഹൈറ്റ് കുറഞ്ഞ ആളുകൾ ഇവിടെ വരാൻ പാടില്ല, ഇനി നമ്മൾ ഇവിടുത്തെ ജയില് മറ്റു കാര്യം, ഇതൊക്കെയാണ് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിനിടയിൽ എന്നെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് എമ്മൻ ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, പുള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്ന ഭാഷ എന്താണെന്നും അറിയില്ലല്ലോ. എന്നെ എടുത്ത് പിടിച്ചിരിക്കുക ഒരു അറബി, ലാഥി മഹദഹ എന്ന് പറഞ്ഞ് വിളിച്ചു. മറ്റൊരാൾ വന്നു. അപ്പോൾ ഈ എമ്മൻ ചേട്ടൻ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പുള്ളിയും വിചാരിച്ച് ഇത് കുഴപ്പമായിരുന്നു, എന്നെ പിടിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് വലിച്ചെടുക്കാനായിട്ട് ചെന്നപ്പോൾ ലാത്തി മഹള ഇയാളെ ഓടിച്ച് പുള്ളി മാറി ഇന്ന് കരയുന്ന പോലെയൊക്കെ നിൽക്കുക. അപ്പോൾ പ്രശ്നമായി എന്ന് മനസ്സിലായി. പിന്നീട് ആ എന്നെയും കൊണ്ട് ഈ പറയെടുക്കാൻ പോകുമല്ലേ എന്ന് പറഞ്ഞ പോലെ കൗണ്ടറായ കൗണ്ടറിൽ ഓരോ കൗണ്ടറുകളും കയറി ലാസ്റ്റ് എയർപോർട്ട് മാനേജറുടെ റൂം വരെ കൊണ്ടുപോയി. അവിടെയാണ് ക്യാമറ ഉണ്ടായിരുന്നത്. ഇന്നത്തെ പോലെ മൊബൈൽ ക്യാമറ ഇല്ല. അങ്ങനെ അവിടെ വെച്ചിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് അന്ന് എനിക്ക് 100 ദിറംസ് കിട്ടി. ആ ഒറ്റ ഇറക്കത്തിൽ തന്നെ, ഒറ്റ കറക്കത്തിൽ 100 ദിറംസ് കിട്ടി. 100 ദിറംസ് സന്തോഷത്തിന് അവർ തന്ന അതായത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ ആദ്യമായിട്ടാണ് ചെറിയ ഒരാളെ കാണുന്നത്. അതിൻ്റെ സന്തോഷം രേഖപ്പെടുത്തിയാണ്. ആ സന്തോഷം രേഖപ്പെടുത്തലാണ് ഈ രീതി പ്രസന്റ് ചെയ്തത്. പക്ഷേ നമ്മുടെ ജീവനായത് പോയെന്നുള്ളതാണ് സത്യം. എല്ലാ ദൈവങ്ങളെയും വിളിച്ച് എൻ്റെ അച്ഛനമ്മേനെ എനിക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കാണണം എന്നുള്ളതല്ല. ഞാൻ കരഞ്ഞപ്പോൾ തന്നെ എന്നെ രക്ഷിക്കാൻ മറ്റേ വന്ന് പുള്ളിയെ ദേഷ്യപ്പെട്ടപ്പോൾ പുള്ളി മാറി നിന്ന് കരയുക, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനായി. പിന്നെ അമേരിക്കയിലൊക്കെ പോയപ്പോഴും അവിടെയുള്ള ആളുകൾ കണ്ടിട്ടുണ്ടാവും. അമേരിക്കയിൽ പോയപ്പോൾ നേരെ തിരിച്ചാൽ ഞാൻ ആദ്യമായിട്ട് ചെന്നപ്പോൾ അന്ന് ഞാൻ മീശയൊന്നും ഇല്ലല്ലോ, ഞാൻ ചെറിയ കുട്ടിയുടെ ഒരു ഫിഗർ ആയിരിക്കുള്ളത്. ഏത് വയസ്സിലാണ് ആദ്യമായിട്ട് പോകുന്നത്? അമേരിക്കയിൽ പോകുന്നത് 96 ആണെന്ന് തോന്നുന്നു. 96 ചെല്ലുമ്പം ഫിഗറൊക്കെ തീരെ കൊച്ചു, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള, ഈ മീശയൊന്നുമില്ല, കാണുമ്പോൾ തന്നെ നമ്മളെ ഒരു കൗതുകമുള്ള രീതിയിലുള്ളൊരു ഫിഗറാണ്. ചെന്നപ്പോൾ തന്നെ അവിടുന്ന് ഒരു ബ്ലാക്ക് ഒരു ലേഡി പോലീസുകാരിയായിരുന്നു. പുള്ളിക്കാരി എടുത്ത് ഒക്കത്തങ്ങ് വെച്ചു. ഓ സോ ക്യൂട്ട് ബേബി എന്നും പറഞ്ഞിട്ട് ഒരു ഇമാരി എന്നു പറഞ്ഞു 10-28 വയസ്സുണ്ട്, താഴെ വെക്ക് തള്ളേന്ന് 20 years ഓ എന്ന് പറഞ്ഞ് പെട്ടെന്ന് താഴെ ഇറക്കി. അതായത് തമിഴ്നാട്ടിൽ
സ്റ്റേറ്റ് അവാർഡ്. അപ്പോൾ എനിക്ക് അവിടുത്തെ താരങ്ങളെയൊക്കെ കാണാൻ വലിയ ആഗ്രഹമാണ്. ഞാൻ കടുത്ത രജനി ഫാനൊക്കെ. രജനി സാറിനെ ഒന്ന് കാണുക എന്നുള്ളത്, കമൽ സാറിനെ അങ്ങനെ തന്നെ, മറ്റു താരങ്ങളെയൊക്കെ കാണുക എന്നുള്ളൊരു ആഗ്രഹമാണ്. പക്ഷേ എനിക്ക് ലോട്ടറി അടിച്ച പോലെ, അതായത് ഒരാനയെ കാണാൻ ആഗ്രഹിച്ച കുട്ടിക്ക് തൃശ്ശൂർ പൂരം കാണാൻ പറ്റിയ പോലെ ആയിപ്പോയി ഞാൻ പോയത്. എനിക്ക് സമ്മാനം കിട്ടിയത് 2005-ലെയും 2006-ലെയും വർഷങ്ങൾ 2 വർഷത്തെ അവാർഡുകൾ ഒന്നിച്ചു കൊടുക്കുക ഒറ്റ തവണ. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പം ഞാൻ പോയിട്ട് അവാർഡ് മേടിക്കുന്ന സമയത്ത് സ്റ്റേജിൽ ഒരു സീറ്റിൽ രജനി സാറും മറ്റേ സീറ്റിൽ കമൽ സാറും ഇരിക്കുക. നടുക്ക് കരുണാനിധി സാറാണ് അവാർഡ് തരുന്നത്. പുള്ളി വീൽ ചെയറിൽ ഇരിക്കുക. അപ്പോൾ എല്ലാ നടന്മാരും വരുന്നു, മുട്ടുകുത്തുന്നു, മാലയിടുന്നു. അതായത് സ്വർണ്ണപ്പതക്കമാണ് 5 പവൻ്റെ മെഡലാണ് ഇടുന്നു. അങ്ങനെ ഇട്ടിട്ട് എല്ലാവരും കഴിഞ്ഞ് എന്നെ വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ എനിക്കൊരു ഭാഗ്യം ഉണ്ടായത്, എൻ്റെ ഒരു ചെറിയ ഒരു സീനൊക്കെ പ്ലേ ചെയ്തിട്ട് എന്നെ വിളിച്ചത്, ഒരു കോമഡി രംഗമൊക്കെ. ഭയങ്കര ക്ലാപ്പ്. ഞാൻ കയറി ചെന്ന് അതെ നേരെ ചെന്ന് വീൽ ചെയറിൻ്റെ അവിടെ അങ്ങോട്ട് നിന്നു. എന്നിട്ട് മേടിച്ചിട്ട് ഇറങ്ങി വരുമ്പം വടിവേലു സാറ് പറഞ്ഞാണ്, ഈ അവാർഡ് നൈറ്റിൽ നെഞ്ചു വിരിച്ച് നേരെ നിന്ന് അവാർഡ് മേടിച്ച ഒരേ ഒരാളോ, ബാക്കി എല്ലാവരും മുട്ടുകുത്തിയാണ് അവാർഡ് മേടിച്ചത്. ഇത്ര ധൈര്യത്തോടുകൂടെ. അതാണ് കേരളത്തിൽ നമ്മൾ കേരളീയ. എന്നാലും ജീവിതമാകെ സങ്കടമതിലധികം, എന്നാളും കാണും സ്വപ്നം ഒരു നാൾ പൂത്തുലയും.